ഡൽഹിയിൽ CBCI ആസ്ഥാനത്ത് നടക്കുന്ന ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്ന വാർത്തയിലേക്കാണ് പോകേണ്ടത്. വൈകിട്ട് 6:30 സെക്രട്ടേറിയറ്റ് ഹാൾ ദേവാലയത്തിലാണ് പ്രധാനമന്ത്രി എത്തുക. ബിഷപ്പുമാരുമായും കർദിനാൾമാരുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ലോകമെമ്പാടും ക്രിസ്ത്യൻ മതവിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ കൂട്ടായ്മകളിൽ ഇങ്ങനെ ക്രിസ്മസ് ആഘോഷങ്ങൾ തുടരുകയുമാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കാൻ എത്തുന്നതിന്റെ വലിയ ആവേശം എത്രത്തോളം ഉണ്ട് അവിടെ? വീണ, കുവൈറ്റ് സന്ദർശനത്തിന് ശേഷം അദ്ദേഹം ഇന്നലെ രാത്രി രാജ്യ തലസ്ഥാനത്ത് തിരിച്ചെത്തിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ദിവസത്തെ ചടങ്ങ് എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈകുന്നേരം 6:30 അദ്ദേഹം ഡൽഹിയിലെ സീക്രട്ട് ഹാർട്ട് ക്രിസ്തീയ ദേവാലയത്തിൽ, അത് ഗോൾഡൻ ഖാനയിലാണ്, അവിടെ അദ്ദേഹം വൈകുന്നേരം എത്തുക. 6:30 അവിടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഘടകം. ഇതിപ്പോൾ അദ്ദേഹത്തിന്റെ ഈ തവണത്തെ ഈ ക്രിസ്മസിൽ അദ്ദേഹം രണ്ടാമത്തെ പൊതുപരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. 19-ാം തീയതി കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി, നമ്മുടെ സ്വന്തം മലയാളിയായിട്ടുള്ള ജോർജ് കുര്യന്റെ ഡൽഹിയിലെ വസതിയിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു. നിരവധി ബിഷപ്പുമാരും അതോടൊപ്പം തന്നെ കർദിനാൾമാരും ഒക്കെ ആ ചടങ്ങിന്റെ ഭാഗമായി. ഒപ്പം കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ, ക്രൈസ്തവർ ധാരാളമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും സാമൂഹിക രംഗത്തും അതോടൊപ്പം തന്നെ കായിക സിനിമാ രംഗങ്ങളിലൊക്കെ പ്രമുഖരായിട്ടുള്ള നിരവധി ക്രൈസ്തവ സഹോദരന്മാർ ആ ഒരു പൊതുപരിപാടിയുടെ, ജോർജ് കുര്യന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നടന്ന പൊതുപരിപാടിയുടെ ഭാഗമായിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ CBCIയുടെ ആസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഘടകം. ആദ്യമായിട്ടാണ് അദ്ദേഹം ക്രിസ്മസ് ആഘോഷത്തിനായി CBCI ആസ്ഥാനത്ത് ഈ ഗോൾഡൻ ഖാനയിലേക്ക് എത്തുന്നത്. അദ്ദേഹം മുൻപ് ഈ ദേവാലയത്തിൽ വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഏതാണ്ട് 1.5 വർഷങ്ങൾക്ക് മുമ്പ് 2023 ഏപ്രിൽ മാസം 9-ാം തീയതി ഈസ്റ്റർ ദിനത്തിൽ ഈസ്റ്റർ ആഘോഷിക്കാൻ, ക്രൈസ്തവ സുഹൃത്തുക്കൾക്കൊപ്പം ഈസ്റ്റർ ആഘോഷിക്കാൻ അദ്ദേഹം ഇതേ ദേവാലയത്തിൽ 2023 വന്നതാണ്, കഴിഞ്ഞ വർഷം വന്നതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ക്രിസ്മസ് ആഘോഷത്തിനായി ഇതേ ദേവാലയത്തിൽ, പ്രത്യേകിച്ച് കത്തോലിക് ബിഷപ്പ് കോൺഫറൻസിന്റെ ആസ്ഥാനം നിലകൊള്ളുന്ന ഗോൾഡൻ ഖാനയിലെ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വലിയൊരു സന്ദേശം നൽകുകയാണ്. പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് കൂടി നൽകുന്ന ഒരു സന്ദേശമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് പോപ്പിന്റെ ഭാരത സന്ദർശനം സംബന്ധിച്ചുള്ള അന്തിമഘട്ട ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്ത്, കാരണം അദ്ദേഹം ഭാരതത്തിലേക്ക് എത്തുന്നതിന് വലിയ താല്പര്യം പ്രകടിപ്പിക്കുകയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പോപ്പിനെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തത് അടുത്ത കാലത്താണ്. ഇനി അത് സംബന്ധിച്ചുള്ള തീയതി വത്തിക്കാനും അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയവും തമ്മിലുള്ള ഒരു ഒരു തീയതി എത്തിക്കഴിഞ്ഞാൽ പോപ്പിന്റെ ഭാരത സന്ദർശനം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും ആ തീയതിക്ക് വേണ്ടി ഭാരതത്തിലെമ്പാടുമുള്ള ക്രൈസ്തവർ കാത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുവാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകുന്നേരം രാജ്യ തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഈ ദേവാലയത്തിലേക്ക് എത്തുന്നത്. വീണ. ഓക്കെ, ശരി ഗൗതം.